ഞാനിപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ റോമിലെത്തിയിരിക്കുകയാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് മാത്യു എൻ്റെ കൂടെയുണ്ട്, ആൻഡ് എഡ്വിൻ എൻ്റെ കൂടെയുണ്ട്. ഞങ്ങളെല്ലാവരെയും ഈ ബസിലിക്കയുടെ വിശേഷങ്ങൾ അറിയിക്കുകയാണ്. ഇവിടെ ധാരാളം, ഇന്ന് സൺഡേ ആണ്, ധാരാളം പേര് ഇതിൽ യാത്ര ചെയ്യുന്നുണ്ട്. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കയറുമ്പോൾ കാണുന്ന ആദ്യത്തെ ഒരു ചിത്രമാണ് ഇത്. യേശു മാമോദീസ സ്വീകരിക്കുന്ന ഒരു മനോഹരമായൊരു ചിത്രമാണ്. പിന്നീട് നോക്കിയാൽ ഇത് ബസിലിക്കയുടെ ഇൻസൈഡാണ് നിങ്ങൾ കാണുന്നത്. അതിവിദഗ്ധമായ രീതിയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ മുകൾ ഭാഗമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത്. ആദ്യത്തെ എൻട്രൻസിന് നേരെ അറ്റത്ത് കാണുന്നത് മൈക്കൽ ആഞ്ചലോ സ്വന്തം കൈപ്പടയിൽ ചെയ്തിട്ടുള്ള പിയാത്തയുടെ അടുത്തേക്കാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഈ ശില്പത്തിന്റെ മുകളിൽ മാറ്റി കാണിക്കുന്ന ഒരു പ്രത്യേക ഒരു പടം ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അന്നത്തെ കാലത്തെ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു ഐഡിയ പോലും അതിൽ ഡെപ്യൂട്ടി കൃഷ്ണൻ ഓലക്കുട പിടിച്ചു നിൽക്കുന്ന പടം പോലും ഇതിലുണ്ട്. ഞാനിവിടെ സർവമത സമ്മേളനത്തിനാണ് എത്തിയിരിക്കുക. അപ്പോൾ ലോക സർവമത സമ്മേളനം എന്തുകൊണ്ട് വത്തിക്കാനിൽ വെച്ചു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്, ലോകത്തിൻ്റെ എല്ലാ മത വിശ്വാസികളും ഒരുമിച്ച് കൂടുന്ന ഏകൊരു സ്ഥാനമായി വത്തിക്കാൻ മാറിയിട്ടുണ്ട്. അപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ രണ്ടാമത്തെ സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈക്കൽ ആഞ്ചലോ സ്വന്തം കൈപ്പടയിൽ കൊത്തിയെടുത്ത ലോകപ്രശസ്തമായ മാർബിൾ പ്രതിമ പിയാത്തയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ പിയാത്തയുടെ ക്ലോസ് ആയിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ധാരാളം പേരിവിടെ എത്തിയിട്ടുണ്ട് ഇത് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നത് മൈക്കൽ ആഞ്ചലോ സ്വന്തം കൈപ്പടയിൽ കൊത്തിയെടുത്ത പിയാത്തയാണ് ഇപ്പോൾ കാണുന്നത്. ഇനി ഇതിലെ ഓരോ ശില്പങ്ങളും വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കലാ പ്രതിഭയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഉള്ളിലേക്ക് വീണ്ടും ഞാൻ നടക്കുകയാണ്. ഇതിലെ ഓരോ ശില്പങ്ങളും വളരെയധികം കഥകളാണ് പറയാനുള്ളത്. ഇതിൻ്റെ ഓരോ തൂണുകളും അതിൽ മാർബിൾ ശില്പം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ അടക്കിയിട്ടുള്ള കല്ലറയാണ്. ഈശോയുടെ കുരിശുരൂപത്തിൻ്റെ അടിയിൽ ചെറിയ അൾത്താരയാണിത്. അതിൻ്റെ അൾത്താരയുടെ അടിയിൽ കാണുന്ന വെള്ള മാർബിളിൽ ജോവാനോസ് പൗലോസ് II എന്ന് കാണിക്കുന്നത് ആ ചിത്രം കാണുന്നത് കുരിശിൽ കിടക്കുന്ന ഈശോന്റെ പടമല്ല, സെബസ്ത്യാനോസിന്റെ ഒരു മരണത്തിന്റെ ആവിഷ്കാരമാണ് കാണുന്നത്. സെബസ്ത്യാനോസിനെ അമ്പെയ്ത് കൊലപ്പെടുത്തിയതിൻ്റെ ഒരു ആവിഷ്കാരമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടത് സെൻറ്റ് ജോൺ പോൾ രണ്ടാമൻ്റെ കബറിടമാണ്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിലെ ഓരോ തൂണുകൾക്കും ശില്പങ്ങൾക്കും വളരെ വിദഗ്ധമായ കഥകളാണ് പറയാനുള്ളത്. ഓരോ തൂണുകളും ഇതിൻ്റെ മുകൾ ഭാഗമാണ്. നിറയെ ശില്പങ്ങളും പ്രതിമകളുമാണ് ഇതിലുള്ളത്. ഇനി നമ്മൾ വരുന്നത് അത് അടുത്തൊരു ചിത്രത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇതും ഒരു മാർപ്പാപ്പയെ അടക്കിയിട്ടുള്ള മറ്റൊരു കല്ലറയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. ഇതെല്ലാം കാണാനും ഒരു ഭാഗ്യം ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇത് എനിക്ക് സൗകര്യമായിട്ട് മാത്യു എൻ്റെ സുഹൃത്തിനെ കിട്ടിയതുകൊണ്ട് ഞാനിതെല്ലാം നിങ്ങളെ അറിയിക്കുകയാണ്. ഇത് മറ്റൊരു മാർപ്പാപ്പയുടെ മൃതശരീരം അടക്കിയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ നമ്മൾ കാണുന്നത്, ആ ചിത്രം കാണുന്നത്
ഇതിലോരോ കലാശില്പങ്ങളും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ശില്പങ്ങളാണ്. എന്നെ കുറച്ച് അടുത്ത ഭാഗത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഇന്നസെന്റ് മാർപ്പാപ്പയെ അടക്കിയിട്ടുള്ള കല്ലറയാണ് ഇപ്പോൾ കാണുന്നത്. പോപ്പ് ഇന്നസെന്റ്. ബെനഡിക്റ്റ് അഞ്ചാമന്റെ മറ്റൊരു ചിത്രമാണ് കാണുന്നത്. ഇത് ജേക്കബ് മൂന്നാമൻ്റെ ചിത്രമാണ്. അതിമനോഹരമായ വെണ്ണക്കല്ലിൽ തീർത്തതാണ് ഈ എല്ലാ ശില്പങ്ങളും. വെണ്ണക്കല്ലിൽ തീർത്ത ഇതെല്ലാം റെഡ് മാർബിൾസ് ആണ്. ഇനി നമ്മൾ പോകുന്നത് നമുക്ക് മെയിൻ ആൾത്താരെയാണിത്. കടക്കാനായിട്ട് നമുക്ക് കിടക്കാൻ പറ്റൂല അതിനകത്തോട്ട്. അപ്പോൾ ഇവരെല്ലാം ഇന്ന് സൺഡേ ആണ്, പക്ഷെ ഇവരെല്ലാം ഈ ബസിലിക്ക കാണാനായിട്ട് എത്തിയിട്ടുള്ള ആൾക്കാരാണ്. ഇതിലെ നമുക്കൊരു 2-3 ദിവസം നടന്ന് വർണ്ണിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഇത് ലയോ 11 മാർപ്പാപ്പയുടെ ഒരു ശില്പമാണ് ഇപ്പോൾ ഞങ്ങൾ കാണുന്നത്. രസകരമായിട്ടുള്ള ഇത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇന്നസെന്റ് 11 മാർപ്പാപ്പയുടെ ചിത്രമാണ്. ഇതൊക്കെ മാർബിളിലാണ് തീർത്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. ഇത് കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെ കുറിച്ചുള്ള അതിമനോഹരമായൊരു ശില്പമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തീർത്തിട്ടുള്ള ചിത്രങ്ങളാണ്. ഇതിൻ്റെ ഹൈറ്റ് കണ്ടല്ലോ നിങ്ങൾ. ഇവിടെ സൺഡേ ആയതുകൊണ്ട് ഇവിടെ കുർബാനയൊക്കെ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ മെയിൻ അൾത്താരയുടെ ഭാഗത്തേക്കാണ് ഞാൻ നിങ്ങളിപ്പോൾ ക്ഷണിക്കുന്നത്. ഇല്ല, മെയിൻ അൾത്താരയാണ്. ഇതാണ് മെയിൻ അൾത്താര. മാർപ്പാപ്പയുടെ കുർബാന ചെല്ലുന്ന അൾത്താരയുടെ ഭാഗമാണ് ഇപ്പോൾ. ഫംഗ്ഷനൊക്കെ കേട്ടോ, ഫംഗ്ഷന് വേണ്ടി അതിൻ്റെ പുറകിലാണ് അൾത്താരയുള്ളത്. പക്ഷേ മുൻഭാഗത്ത് പരിശുദ്ധാത്മാവിന്റെ പടമുള്ള അവിടെയാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കൺസ്ട്രക്ഷൻ പണി. ഇപ്പോൾ ഇതിൻ്റെ ഒരു അകലത്തിലുള്ളൊരു കാഴ്ചയാണ് കാണിക്കുന്നത്. ഇതെല്ലാം ആൾക്കാർക്ക് ഇരിക്കാനുള്ള ചെയറുകളാണ്. ഇത് ബെനഡിക്റ്റ് 15 മാർപ്പാപ്പയുടെ പ്രതിമയാണ്. ഈ കാണുന്നതെല്ലാം കുമ്പസാരക്കൂടുകളാണ്. ഇത് ഗ്രിഗോറിയോ 6 മാർപ്പാപ്പയുടെ ശില്പമാണ് നിങ്ങൾ കാണുന്നത്. ഇത് കുമ്പസാരക്കൂടുകൾ നിങ്ങൾ കാണിച്ചു തരുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർപ്പാപ്പ വന്ന് ഈ കുമ്പസാരക്കൂട്ടിലാണ് കുമ്പസാരം നടത്താറ്. ആ കുമ്പസാരക്കൂടുകളാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെയാണ് ആർക്കും വന്ന് കുമ്പസാരിക്കാം. ഇതുപോലെയുള്ള കുമ്പസാരക്കൂട്ടിലാണ് മാർപ്പാപ്പയും വന്ന് കുമ്പസാരിക്കുന്നത്. ഇതെല്ലാം വെണ്ണ മാർബിൾ കല്ലുകളിലെ തീർത്തിട്ടുള്ള രൂപങ്ങളാണ്. ഇതിൻ്റെ മറ്റൊരു മുകൾ ഭാഗമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നിറയെ ചിത്രങ്ങളും ശില്പങ്ങളുമാണ്. ഓരോരോ വിശുദ്ധരുടെ വിദഗ്ധമായിട്ടുള്ള ചിത്രങ്ങളാണ്. നമ്മൾ നേരത്തെ കണ്ട പ്രധാന കവാടത്തിൻ്റെ മറ്റൊരു ഭാഗത്താണ് ഇപ്പോൾ ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെയാണ് വലിയ പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലം. വത്തിക്കാനിൽ കോമൺ ഫങ്ഷൻസൊക്കെ നടത്തുന്ന സ്ഥലം.